ഭാരതീയ ഗ്രാമീണ സംരംഭങ്ങളുടെ തനിമയും സംസ്കാരവും നൃത്തസംഗീത വാദ്യങ്ങളും സമന്വയിച്ച് 13ാമത് കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്ക് ചാലിശ്ശേരിയിൽ കൊടിയിറക്കും. 2.5 ലക്ഷത്തിലേറെ പേർ സന്ദർശിച്ച സരസ് മേള ജനകീയ സരസ് മേളയെന്ന ഖ്യാതിയും നേടിയാണ് ശ്രദ്ധേയമായത്. തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏറ്റവുമധികം തുക സംഭാവന ചെയ്തത് കുടുംബശ്രീ വനിതകളാണ്. 20 കോടി രൂപയാണ് അയൽക്കൂട്ടാംഗങ്ങൾ സംഭാവന ചെയ്തതെന്ന് മന്ത്രി പറഞ്ഞു. തൃത്താലയിൽ സരസ് മേള സംഘടിപ്പിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ആശങ്കകളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് മേളയെ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി തൃത്താലയിലെ ജനങ്ങൾ ഇതൊരു വലിയ വിജയമാക്കിയെന്നും മന്ത്രി പറഞ്ഞു. കുടുംബശ്രീയുടെ 1/4 നൂറ്റാണ്ട് കാലത്തെ ചരിത്രം, കേരളത്തിലെ സ്ത്രീകൾ കുടുംബശ്രീ അംഗങ്ങൾ കരളു പകുത്തും കഥകൾ പറഞ്ഞും തമ്മിൽ തണലായി നിന്ന് പൊരുതി വളർന്നതിന്റെ ചരിത്രമാണ് കുടുംബശ്രീയുടെ ചരിത്രം. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഹൃദയഭേദകമായ ദുരന്തമുണ്ടായപ്പോൾ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഒരു നാട് മുഴുവൻ ഉരുളെടുത്തു പോയപ്പോൾ, അനേകം പേർ മണ്ണിനടിയിലായി തീർന്നപ്പോൾ, നമുക്ക് സഹായം കിട്ടേണ്ടിടങ്ങളിൽ നിന്നും കിട്ടാതെ വന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ പ്രവഹിച്ചു. അങ്ങേയറ്റത്തെ അഭിമാനത്തോടെ പറയട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏറ്റവും വലിയ തുക സംഭാവന ചെയ്തത് ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനി ആയിരുന്നില്ല, കുടുംബശ്രീ ആയിരുന്നു. 20 കോടിയിലധികം രൂപയാണ് കുടുംബശ്രീ വനിതകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി സ്വാഗതം പറഞ്ഞു. ചലച്ചിത്ര താരം മഞ്ജു വാര്യർ മുഖ്യാതിഥിയായി. ഫുഡ് കോർട്ടിൽ 9 ദിവസം കൊണ്ട് 1.60 കോടി രൂപയും ഉൽപ്പന്ന വിപണന സ്റ്റാളിൽ നിന്നും 8 കോടി രൂപയും ഉൾപ്പെടെ 9.60 കോടി രൂപയുടെ വിറ്റുവരവ് നേടാൻ സംരംഭകർക്ക് കഴിഞ്ഞുവെന്ന് മന്ത്രി പറഞ്ഞു. നിലപാടുള്ള ധീരയായ വനിതയെന്ന നിലയ്ക്കാണ് മഞ്ജു വാര്യരെ മുഖ്യാതിഥിയായി സരസ് സമാപന സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചതെന്നും എല്ലാ കാലത്തും കുടുംബശ്രീയുടെ അഭ്യുദയകാംക്ഷി എന്ന നിലയ്ക്ക് മഞ്ജുവിന് ഈ പ്രസ്ഥാനത്തിനോട് വൈകാരികമായ അടുപ്പമുണ്ടെന്നും മന്ത്രി MB രാജേഷ് പറഞ്ഞു. മികച്ച രീതിയിൽ മേള സംഘടിപ്പിച്ച സംഘാടക സമിതിക്കുള്ള പുരസ്കാരവും മന്ത്രി സമ്മാനിച്ചു. സരസ് മേളയുടെ അധ്യക്ഷനായ മന്ത്രി MB രാജേഷിന് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ ഉപഹാരം നൽകി. തന്റെ ജീവിതത്തിൽ വലിയൊരു മാതൃകയാണ് കുടുംബശ്രീയെന്നും ഇത്രയേറെ സ്ത്രീകളുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിയെടുത്ത പ്രസ്ഥാനമാണിതെന്നും ചടങ്ങിൽ മുഖ്യാതിഥിയായ മഞ്ജു വാര്യർ പറഞ്ഞു. കപ്പൂർ കുടുംബശ്രീ CDS സംരംഭമായ ഇല്യൂസ് പിക്കിൾസിന്റെ പ്രത്യേക ഉപഹാരം യൂണിറ്റ് അംഗങ്ങൾ മഞ്ജു വാര്യർക്ക് സമ്മാനിച്ചു. ഫുഡ് കോർട്ടിൽ പങ്കെടുത്ത കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംരംഭകരെയും ആദരിച്ചു. MLA മാരായ PP സുമോദ്, KT ജലീൽ, മുൻ MLA മാരായ AK ചന്ദ്രൻ, TP കുഞ്ഞുണ്ണി, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് അറിയാം, കേരളത്തിൽ ഇന്ന് ഒരു ഗ്രാമീണ ഭംഗിയുടെ ഒരു ഉൾത്തുടിപ്പൊക്കെ കാത്തു സൂക്ഷിക്കുന്ന നാടുകൾ, ആ നാടുകളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു വരുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെയൊക്കെ ഒരു ദിവസത്തെ ഒരു സേവനമില്ലെങ്കിൽ നമ്മുടെ സമൂഹമൊക്കെ മുന്നോട്ട് പോകാൻ തന്നെ എത്ര ബുദ്ധിമുട്ടും എന്നുള്ളത് നിങ്ങളാണ് തിരിച്ചറിയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങളൊന്നും ഇല്ലാതെ ഈ സമൂഹത്തിന് ഒരു ജീവിതമില്ല, ഒരു മുന്നോട്ടുള്ളൊരു യാത്രയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സത്യസന്ധമായി ആത്മാർത്ഥമായി ബഹുമാനിക്കുന്ന ഒരു വിഭാഗമാണ് കുടുംബശ്രീ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബശ്രീയുടെ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്കൊരവസരം എന്നെ ഇങ്ങോട്ട് സ്നേഹപൂർവ്വം ക്ഷണിച്ചത് ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷ് സാറാണ്. രാജേഷ് സാറിന് വേണ്ടി അനുപമ മാഡമാണ് ആ ക്ഷണം എന്നിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഈ ഒരു നാട്ടിൽ ഈ ഒരു സദസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ, ഈ ഒരു മേള ഇത്രയും ഒരു കെട്ടുറപ്പോടുകൂടി തലയെടുപ്പോടുകൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ രാജേഷ് സാറിൻ്റെയൊക്കെ വലിയ പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ട് എന്നെനിക്ക് നന്നായിട്ട് അറിയാം.